ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ മത്തായി അറിയിച്ച സുവിശേഷം 6-ാം അധ്യായം 20-ാം വാക്യം. സ്വർഗത്തിൽ നിങ്ങൾക്കായി നിക്ഷേപങ്ങൾ കരുതി വെക്കുക. യഥാർത്ഥ നിക്ഷേപം സ്വർഗത്തിൽ സൂക്ഷിക്കാനായിട്ട് വചനത്തിലൂടെ ഈശോ നമുക്ക് മുന്നറിയിപ്പ് നൽകുകയും, ഒരുപക്ഷെ നമ്മളൊക്കെ ആയിരിക്കുന്ന ഈ ലോകത്തില് എപ്പോഴും സമ്പത്ത് ശേഖരിച്ചു വെക്കാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് അല്ലെ? ഭൗതികമായ സമ്പത്തിനും ഭൗതികമായ സുഖങ്ങൾക്കും പ്രാധാന്യം കൊടുക്കുന്ന വ്യക്തികളായിട്ട് നമ്മൾ മാറുകയാണ്. അതുകൊണ്ട് പലപ്പോഴും നമ്മുടെയൊക്കെ സമ്പത്ത് എന്ന് പറയുന്നത് ഈ ഭൂമിയിൽ ശേഖരിച്ചു വെക്കുക എന്നുള്ളതാണ്. എന്നാൽ ഈശോ നമ്മളെ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, നിന്റെ യഥാർത്ഥ നിക്ഷേപം നീ കരുതി വെക്കേണ്ടത് സ്വർഗത്തിലാണ്. ഈ ഭൂമിയിലെ നിക്ഷേപത്തില് നിന്റെ കണ്ണ് ഉടക്കി പോകരുത്. പലപ്പോഴും നമ്മളൊക്കെ എപ്പോഴും പ്രധാനമായിട്ടും ശ്രദ്ധിക്കുന്നത്, ഈ ഭൂമിയിൽ എനിക്ക് എത്ര സമ്പത്തുണ്ട്, എനിക്ക് നല്ല മനോഹരമായ ഒരു ഭവനമുണ്ടോ, ജോലിയുണ്ടോ, എല്ലാ സുഖ സൗകര്യങ്ങളിൽ ജീവിക്കുന്ന ഒരു വ്യക്തിയാണോ ഞാൻ? പലപ്പോഴും നമ്മളൊക്കെ ശ്രദ്ധിക്കുന്നത് അല്ലെ, ഭൗതികമായ സമ്പത്തിനും സുഖ സൗകര്യങ്ങൾക്കും മാത്രം പ്രാധാന്യം കൊടുക്കുന്ന വ്യക്തികളായിട്ട് നമ്മൾ മാറുകയാണ്. എന്നാല് ഒന്ന് ഓർക്കണം, ഈ ഭൂമിയിലേക്ക് വെറും കൈയോടെ വന്ന് ഈ ഭൂമിയിൽ നിന്ന് വെറും കൈയോടെ തിരിച്ചു പോകേണ്ടവരാണ് നമ്മളെല്ലാവരും. ഭൗതികമായ നിക്ഷേപങ്ങൾക്ക് മാത്രം പ്രാധാന്യം കൊടുക്കുമ്പോൾ സ്വർഗത്തിൽ എനിക്ക് നിക്ഷേപം ഇല്ലാതായി പോവുക. സ്വർഗത്തിൽ നിക്ഷേപം കരുതി വെക്കാനായിട്ട് എനിക്ക് സാധിക്കണം. അവിടെ ഞാൻ നിക്ഷേപം എങ്ങനെയാണ് കരുതി വെക്കുന്നത്? എൻ്റെ ഈ ഭൂമിയിലെ നന്മ പ്രവൃത്തികളാണ് സ്വർഗത്തിലെ എൻ്റെ നിക്ഷേപം എന്ന് പറയുന്നത്. സ്വർഗത്തിൽ എനിക്ക് ആകെ കൊണ്ടുപോകുവാനായിട്ട് സാധിക്കുന്നത് ഈ ഭൂമിയിൽ ഞാൻ ചെയ്ത പുണ്യപ്രവർത്തികൾ മാത്രമാണ്. ഒരു സമ്പത്തും ഒരു സ്ഥാനമാനവും ഈ ഭൂമിയിൽ നിന്ന് എനിക്ക് കൊണ്ടുപോകുവാനായിട്ട് സാധിക്കത്തില്ല. വെറും കൈയോടെ തിരിച്ചു പോകണം. നേടിയെടുത്തതെല്ലാം ഉപേക്ഷിച്ച് വെറും കൈയോടെ പോകേണ്ടവരാ നമ്മള്, സ്നേഹമുള്ളവരെ. അതുകൊണ്ട് നമ്മളൊക്കെ ഒന്ന് ആത്മശോധന ചെയ്യണം. നമ്മുടെ ജീവിതത്തില് നമുക്ക് സ്വർഗത്തിലെ നിക്ഷേപമുണ്ടോ? ദൈവസന്നിധിയില് സമ്പത്ത് ശേഖരിച്ചു വെക്കുവാനായിട്ട് എനിക്ക് സാധിക്കുന്നുണ്ടോ? ഭൗതിക സുഖങ്ങളുടെ പിന്നാലെ മാത്രം ഓടുന്ന ഒരു വ്യക്തിയാണോ ഞാൻ? ആണെങ്കിൽ ആ ഓട്ടം നമുക്ക് നിർത്താം. ഇതെല്ലാം നശ്വരമാണ് എന്ന് തിരിച്ചറിയാം. ഇവയെല്ലാം ഉപേക്ഷിച്ച് കടന്നു പോകേണ്ട വ്യക്തികളാണ് നാം എന്ന് തിരിച്ചറിയാനായിട്ട് നമുക്ക് സാധിക്കണം. അതുകൊണ്ട് ഭൗതിക സുഖങ്ങളെക്കാൾ ഉപരിയായിട്ട്, ഭൗതിക സമ്പത്തിനേക്കാൾ ഉപരിയായിട്ട് സ്വർഗത്തിൽ നിക്ഷേപങ്ങൾ കരുതി വെക്കുവാനായിട്ട്, ഈ ഭൂമിയിൽ ചെയ്യാൻ പറ്റുന്ന പുണ്യപ്രവർത്തികൾ സന്തോഷത്തോടു കൂടി ചെയ്ത് ദൈവസന്നിധിയിൽ സമ്പത്ത് ശേഖരിച്ചു വെക്കുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുമ്പോൾ ശ്രമിക്കാം. ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ.